കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ കൊടുമ്പിരി കൊണ്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയലൻസും ലഹരിയുടെ ഉപയോഗവും. ലഹരിയുടെ ഉപയോഗമാണ് വളരെ വയലൻ്റായി വളരെ അഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ യുവതലമുറയെ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള കുറേ വാദങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കേരള പോലീസൊക്കെ വളരെ ശക്തമായി തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ദിവസം 300-400 കേസ് പിടിച്ചു, അല്ലെങ്കിൽ കിലോ കണക്കിന് ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സന്തോഷം. പക്ഷേ ഇതേ പോലീസുകാരും ഇതേ സിസ്റ്റവും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ചൊന്നുമല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നാണ് പറയാനുള്ളത്. സംഭവങ്ങൾ ഇത്രയും വഷളാവുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പോലീസ് ഏമാന്മാരെ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്നൊരു കാര്യം. ബട്ട് സ്റ്റിൽ ഇപ്പോഴെങ്കിലും ഇത് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഈ വാർത്താ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നാളെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു VVIPയുടെ സന്ദർശനമൊക്കെ വരുമ്പോഴേക്കും ലഹരി പിടിക്കൽ അങ്ങോട്ട് മുക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. വളരെ വയലൻ്റായി, മൃഗീയമായി എന്നല്ല, പൈശാചികമായി തൻ്റെ അമ്മയും സഹോദരനെയും കാമുകയും ഒക്കെ കൊന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ അറസ്റ്റും അതിനുശേഷം ചുരുളഴിഞ്ഞ രഹസ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലാണ് എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ കൂടുതൽ വയലൻ്റ് ആവുന്നു. അതിന് മുമ്പ് നടന്നിട്ടുള്ള പല സംഭവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വളരെ വയലൻ്റ് ആയിട്ടുള്ള വളരെ അഗ്രസീവായിട്ടുള്ള യങ് ജനറേഷനിൽ പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്ന് കരുതി യങ്സ്റ്റേഴ്സ് മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാത്തവരും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ വാർത്തകളുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ പ്രായം എടുത്ത് നോക്കുമ്പോൾ അത് ഇച്ചിരി പേടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഇതേ അപകടങ്ങളും ഇതേ പ്രശ്നങ്ങളൊക്കെ പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുണ്ടാക്കുക, ഒരുത്തൻ മറ്റൊരുത്തൻ്റെ തലയിടിച്ച് പൊളിക്കുക എന്ന് പറയുന്നത് എന്തോ പുതിയ കാര്യം കിട്ടിയതുപോലെയുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഈ പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ സൈഡിലായിട്ട് സൈക്കിൾ ചെയിൻ ഇട്ടുകൊണ്ട് നടന്നിരുന്ന സഹപാഠികളുണ്ടായിരുന്നു. എപ്പോൾ ഒരു ആവശ്യം വന്നാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ കൈക്കൊണ്ട് നടന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. ഞാൻ സ്കൂളിലെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നല്ല അധ്യാപകരുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രശ്നങ്ങളെ പറഞ്ഞൊതുക്കി കുട്ടികളെ, അതായത് ഞങ്ങളൊന്നും ഇതല്ല ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുള്ള മെനക്കെട്ടിട്ടുള്ള അധ്യാപകരുണ്ടായിരുന്നു. എന്നിട്ടും കൂട്ടത്തല്ലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് 24 മണിക്കൂറും വാർത്ത കിട്ടിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സർക്കാർ വിറ്റഴിക്കുന്ന കുപ്പിയിലാക്കി വരുന്ന ലഹരിയും പിന്നെ പുകയ്ക്കുന്ന ലഹരിയും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാന സർക്കാർ നിരോധിച്ചിട്ടുള്ള പുകയില ഉൽപ്പന്നങ്ങൾ 100% യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് എന്തോ ഒരു വലിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്, എല്ലാ ലേറ്റസ്റ്റ് ജനറേഷനിൽ പെടുന്ന കുട്ടികൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ചർച്ചകളോട് വിയോജിപ്പുണ്ടെങ്കിൽ തന്നെയും സെൻസേഷണലൈസ് ചെയ്യപ്പെടുന്ന വാർത്തകളുണ്ട് എന്ന ബോധ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ പറയാനാണെങ്കിലും നമ്മളിപ്പോൾ പിടിമുറുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ലഹരിയുടെ വ്യാപനം ഒരു ഘടകമാണ്. അതുപോലെ കുട്ടികളെ വയലൻ്റ് ആക്കുന്ന, അഗ്രസീവ് ആക്കുന്ന, ഒരു മനുഷ്യൻ്റെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് പ്ലഷർ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് ആളുകളുടെ തലച്ചോറ് എത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഡിയോ ഗെയിംസ് വില്ലനാണോ അല്ലയോ എന്നുള്ള ചർച്ചയൊക്കെ ഒരു വഴിക്ക് നടക്കുന്നത്. വീഡിയോ ഗെയിംസ് കളിക്കുന്നവരും വീഡിയോ ഗെയിംസ് ഉണ്ടാക്കുന്നവരും പറയും അങ്ങനെയൊന്നും ഇല്ലാന്ന്. പക്ഷേ അത് സ്വാധീനിക്കുന്നൊരു ഘടകമാണ്. ലഹരിയുടെ കാര്യം പറയുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരും എത്രത്തോളം ഏത് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ഡിസ്കഷൻ. ഇതിനിടയ്ക്ക് ഭയങ്കര കോമഡിയായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ ചില ലഹരി പദാർത്ഥങ്ങൾ അതൊന്നും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന ചില ഡയലോഗുകളൊക്കെയാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കയ്യിലിരിക്കുന്നത് മാരകമായ രാസലഹരിയാണ്, പക്ഷെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അതും പ്രശ്നമായിരുന്നേ. അതും വലിച്ചു കയറ്റിയിട്ട് ഇവിടെ കൊല്ലിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ന്യായീകരിക്കുക എന്നുള്ളതല്ല, പക്ഷെ അതിനെ ലൈറ്ററാക്കി എടുക്കുന്ന ഒരു സമീപനം ഉണ്ടെന്ന് എനിക്ക് തോന്നി. മനുഷ്യൻ്റെ ബ്രെയിനിനെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഏതൊരു സബ്സ്റ്റൻസും ആവശ്യമാണെങ്കിൽ മാത്രം പ്രൊഫഷണൽ ആൾക്കാരുടെ എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരം മാത്രമേ ശരീരത്തിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ലഹരി മുക്തി പദ്ധതിയൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. പക്ഷേ മുക്തി കൊടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ ലഹരിയിൽ കുട്ടികൾ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുന്ന കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. പിയർ പ്രഷർ, കൂടെ പഠിക്കുന്ന കുട്ടികൾ അതിൽ പലരും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർ ഒരു ഹീറോയെ പോലെ നടക്കുന്നു. അങ്ങനെ ഹീറോയെ പോലെ ആവാൻ എന്ന് പറയുന്നൊരു സാധനം അവർക്ക് കിട്ടുന്നത് സിനിമയിൽ നിന്നായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സിനിമക്കാർ സമ്മതിക്കില്ല കേട്ടോ. സിനിമ എന്ന് മനുഷ്യപക്ഷത്താണെന്നാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. നമ്മൾ അതാണ് വായിക്കാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ദ ക്യൂവിൽ വന്ന കുറച്ച് കാർഡ്സായിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് ഒരു സെൻറ്റൻസ് മാത്രമേ കുഴപ്പമായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ ആ പോസ്റ്റ് മുഴുവനായിട്ട് വായിച്ചപ്പോൾ, പ്രസിദ്ധീകരണത്തിന് കൊടുത്തതാണ്, ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ കടക്കും. പിയർ പ്രഷർ കുട്ടികൾക്കൊരു വിഷയമാണ് ലഹരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാറുന്ന കുടുംബ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ അവസ്ഥകൾ ഒരു വലിയ ഘടകം തന്നെയാണ്. അത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കാണുന്ന സിനിമകൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ഇൻ്റർനെറ്റിലൂടെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ, ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇതേ രക്ഷിതാക്കൾ
ഒരു ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പ്രഷറാണ് ശരിക്കും ജീവിതത്തിൽ ആകെ സമാധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിത സാഹചര്യം, ആ കുടുംബ സാഹചര്യം അതൊക്കെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മുക്തി കൊടുക്കുന്നതിന് മുമ്പ് കാരണം കണ്ടെത്തി കാരണം അടയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ലഹരിയുടെ ഈ വരവ് തടയുമ്പോൾ പുതിയ മാർഗ്ഗങ്ങൾ കുട്ടികൾ അന്വേഷിച്ച് തുടങ്ങും. കാരണം സാഹചര്യം മാറുന്നില്ലല്ലോ. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ നിരോധിച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എത്തേണ്ട സാധനങ്ങൾ ആവശ്യക്കാരിലേക്ക് പലതരത്തിലും എത്തുന്നുണ്ട്. നിയമസഭയിലോ മറ്റോ കേട്ടെന്നാണ് ലഹരിയെ നിയന്ത്രിക്കാൻ സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന്. ലഹരിയെ നിയന്ത്രിക്കുകയാണോ വേണ്ടത്? ഓക്കെ, ഇത്ര പ്രായത്തിലുള്ള ആളുകൾക്ക് ഇന്ന രാസലഹരി ഉപയോഗിക്കാം എന്നാണോ? ഈ നിയന്ത്രണം എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു പ്രശ്നമല്ലേ? ലഹരി മുക്തമാക്കുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എനിവേ, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ അവരൊരു ഫേസ്ബുക്ക് കുറിപ്പ് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 6 ദിവസമായിട്ടോ. ഈ പോസ്റ്റ് മുഴുവനായിട്ട് ഞാൻ വായിക്കുന്ന ഇപ്പോഴാണ്. ഈ പോസ്റ്റിൻ്റെ ഒരു മുഴുവൻ സ്വഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമകളെ അങ്ങനെ ഒന്നും കുറ്റം പറയണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരു അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് രത്ന ചുരുക്കമായിട്ടുള്ളത്. പക്ഷേ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് വിയോജിപ്പുള്ളതുണ്ട്. പക്ഷേ സ്വീകാര്യമായ ചില ഡയലോഗുകളും ഇതിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സംസാരിക്കാം. എന്തായാലും അവർ പ്രസിദ്ധീകരണത്തിന് കൊടുത്തതാണ്, നമുക്കതൊന്ന് അവലോകനം ചെയ്ത് നോക്കാം. ഈ പോസ്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അതിനുശേഷം തൊട്ടടുത്ത ദിവസം വന്ന വാർത്തയൊക്കെ നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ സിനിമയെ സെൻസറിങ്ങിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഒരു പെട്ടെന്ന് ഒരു പോസ്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന വാർത്തയൊന്നും വന്നപ്പോൾ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഇതുപോലെ പോസ്റ്റ് ഇട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ 5-ാം പാതിരെ കുറിച്ച് ആരോപണങ്ങൾ വന്നപ്പോൾ പോസ്റ്റ് ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ സിനിമ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള സിനിമ, വയലൻസ് മാത്രം എന്ന് പറഞ്ഞ് അവർ അടിവരയിട്ട് ഉറപ്പിച്ച് റിലീസ് ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പ്രസിദ്ധീകരണത്തിന് അവർ കൊടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കടന്നു പോകാം. ആ സമയത്ത് നമുക്ക് ബാക്കി സംസാരിക്കാം. സമീപകാലത്ത് നമ്മുടെ നാടിനെ നടുക്കിയ അരുംകൊലകൾ ചെയ്ത ചെറുപ്പക്കാരെ അത്തരമൊരു ഹീനകൃത്യം അറപ്പില്ലാതെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് എന്ന അഭിപ്രായം ഭരണകർത്താക്കളിൽ നിന്നും രാഷ്ട്രീയ, യുവജന, വിദ്യാർത്ഥി പ്രസ്ഥാന നേതൃത്വങ്ങളിൽ നിന്നും പോലീസ് അധികാരികൾ, മനഃശാസ്ത്രജ്ഞർ, മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ നിരീക്ഷകർ തുടങ്ങിയവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. സിനിമ ചിത്രീകരിക്കുന്ന വയലൻസ് ആണ് സാമൂഹ്യ തിന്മകൾക്ക് കാരണമാകുന്നതെന്ന തരത്തിലുള്ള ഒരു സമീകരണമോ തീർത്തും ദുർബലമായ ലളിതവൽക്കരിക്കപ്പെട്ട ഒരു പ്രതിഫലന സിദ്ധാന്തമോ ആണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അടിസ്ഥാനമാവുന്നത്. വലിയ വാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന സിമ്പിൾ ടേമാണ് അതിൽ വരുന്നത്. ഗൗരവമായി സാമൂഹിക വിശകലനം നടത്തുന്ന മാർക്സിയൻ ചിന്താധാരകളടക്കമുള്ള പല പഠനശാഖകളും വളരെ വിശദമായി പഠന അന്വേഷണ വിധേയമാക്കിയിട്ടുള്ള വിഷയമാണ് വയലൻസ്. ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ ഇതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, വ്യാപിക്കുന്നത് എന്നതൊക്കെ ആഴത്തിലുള്ള പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിക്കുന്നതല്ല പല അതിക്രമങ്ങളെന്നും ഇതിനുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വയലൻസിന് പ്രേരിപ്പിക്കുന്ന ജീവിതാവസ്ഥകളും എത്രയോ മുമ്പ് വ്യക്തിയിൽ അഥവാ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുമെന്നും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് പഠനങ്ങൾ. വ്യക്തികൾ നേരിടുന്ന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥകൾ, അന്യവൽക്കരണം, അപരവൽക്കരണം, പാർശ്വവൽക്കരണം, ചിലതരം പുറന്തള്ളലുകൾ ഇവയെല്ലാം ഏതൊക്കെ നിലയിൽ അക്രമത്തിലേക്ക് വഴിവെക്കും എന്നതും എത്രയോ മുമ്പ് വിശകലനം ചെയ്യപ്പെട്ടതുമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം മാധ്യമ വിസ്ഫോടനത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നറിയാൻ, എങ്ങനെ പിഴവില്ലാതെ കൊലപാതകം നിർവഹിക്കണം എന്നറിയാൻ ഗൂഗിളിൽ പരതിയിട്ടുള്ളവരുടെ അനലിറ്റിക്സ് ഇപ്പോൾ ലഭ്യമാണ്. 10 പേരെ വെടിവെച്ച് കഴിഞ്ഞാൽ ഒരു തോക്ക് ഫ്രീ കിട്ടുന്നത് പോലെയുള്ള ഗെയിമുകൾ ഇന്ന് കുട്ടികൾക്കിടയിൽ എത്രയോ സുപരിചിതമാണ്. നമ്മളീ പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ ഗെയിം കളിക്കുമ്പോൾ അത് കുട്ടികളുടെ ബ്രെയിനിനെ ബാധിക്കുന്നു. ഈ സാധനം ശ്രദ്ധിക്കണമുണ്ട്. ഗെയിം കളിക്കുമ്പോൾ അതായത് ഒരു ഫോൺ എടുത്ത് വെച്ച് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഇതിങ്ങനെ നോക്കുന്നു, ഇതിൽ കാണുന്ന ഗ്രാഫിക്കലി കാണിച്ചിട്ടുള്ള വയലൻസ് കുട്ടികളെ ബാധിക്കുന്നു എന്ന് പറയുന്നൊരു തോന്നൽ എന്തായാലും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഉണ്ട്. പിൽക്കാല മുതലാളിത്ത കമ്പോള വ്യവസ്ഥയുടെ ഈ കാലത്ത് എവിടെ നിന്നുമുള്ള സാംസ്കാരിക കടന്നുകയറ്റവും സാധ്യമാണെന്നിരിക്കെ അന്യ സാംസ്കാരിക ഭൂമികകളിൽ നിന്ന് വരുന്ന വെബ് സീരീസുകളും ഗെയിമുകളും സിനിമകളും എത്രയോ വർദ്ധമാനമായ നിലയിൽ നമ്മൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയിരിക്കുന്നു. ഇത് പ്രസിദ്ധീകരിച്ചിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നുള്ള ഉദ്ദേശത്തിലാണോ പ്രസിദ്ധീകരണത്തിനെന്ന് പറഞ്ഞ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മാർക്സിയൻ ചിന്താധാരകളെക്കുറിച്ചും മാറി വരുന്ന മുതലാളിത്ത കമ്പോള വ്യവസ്ഥിതിയെക്കുറിച്ചും ഒക്കെ വിശകലനം ചെയ്ത് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്ന് ഭാവിക്കുന്ന കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഒരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ഇതൊന്ന് അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട്. കാരണം പ്രസിദ്ധീകരിക്കുകയല്ലേ, ബുദ്ധിജീവികളാണ് എന്നുള്ള മട്ടിൽ ജീവിക്കുന്നവർക്ക് മാത്രം മനസ്സിലായാൽ മതിയോ? എനിവേ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ ഈ മുതലാളിത്ത കമ്പോള വ്യവസ്ഥയുടെ മാറി വരുന്ന ഈ സാഹചര്യത്തിൽ ഇൻ്റർനെറ്റിലൂടെയും അതുപോലെ മറ്റ് നാടുകളിൽ നിന്നുമുള്ള വീഡിയോ ഗെയിംസും സിനിമകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മുതലാളിത്ത കമ്പോള വ്യവസ്ഥയുടെ കാലത്ത് സാംസ്കാരിക കടന്നുകയറ്റം സാധ്യമാണെന്നിരിക്കെ അന്യ സാംസ്കാരിക ഭൂമികകളിൽ നിന്ന് വരുന്ന, അതായത് മറ്റ് കൾച്ചറൽ
സംഭവങ്ങളിൽ നിന്ന് വരുന്ന വെബ് സീരീസുകളും ഗെയിമുകളും സിനിമകളും എത്രയോ വർദ്ധമാനമായ നിലയിൽ നമ്മൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയിരിക്കുന്നു. ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും വരുന്ന ഗെയിമുകളും സീരീസുകളും എത്രയോ നാളുകളായി നമ്മുടെ കുട്ടികളും മുതിർന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത് ഇവിടെ നിന്നും എത്തുന്ന സിനിമകളിലും സീരീസിലുമാണെന്നത് രഹസ്യമായ വിവരമല്ല. അതായത് ജാപ്പനീസ് കൊറിയൻ വെബ് സീരീസുകളും വീഡിയോ ഗെയിംസും ഒക്കെ വളരെ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മലയാള ഭാഷ ഇട്ട് വട്ടം കറക്കിയിട്ടുള്ളത്. ഇത് കുറേ ആൾക്കാർ പറയുന്നതാണ്. നമ്മൾ ഈ സിനിമയിലെ വയലൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊറിയൻ സീരീസുകളിലും സിനിമകളിലും ഒക്കെ കുറേ വയലൻസ് ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു കാര്യം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കൊലപാതകം നിർവഹിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ഒരു ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ കൊറിയൻ സീരീസുകളും വെബ് സീരീസുകളും സിനിമകളും ഒക്കെ കുത്തിയിരുന്ന് കാണുന്ന ആളുകളല്ല. അവർ മലയാള സിനിമകളും അതുപോലെ തമിഴോ കൂടി പോയാൽ ഹിന്ദി സിനിമകളൊക്കെ കാണുന്ന ആ ഒരു ലെവൽ വരെയൊക്കെ ആയിരിക്കും അറ്റ്ലീസ്റ്റ് ബഹുഭൂരിപക്ഷം വരുന്നത്. ഈ സിനിമയൊക്കെ അന്വേഷിച്ച് പിടിച്ച് അങ്ങനെ ഇരുന്ന് കാണുന്ന സിനിമാ സ്നേഹികൾ അവർ സിനിമ കാണാനുള്ള കൊതി കൊണ്ടാണ് ഇതൊക്കെ കാണുന്നുണ്ടാവുക. അല്ലെങ്കിൽ സിനിമയിൽ ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഇന്ന് നാളൊരു കൊലപാതകം ചെയ്തേക്കാം എന്ന് കരുതി ഒരു സീരീസ് എടുത്ത് വെച്ച് കുത്തിയിരുന്ന് പേനയും പേപ്പറുമായിട്ട് പഠിക്കുന്നതല്ല. ഒരു സിനിമ കാണുമ്പോൾ ഇപ്പം നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു കുറ്റകൃത്യം നടക്കാനുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാനസികമായി അവരെത്തിയിട്ടുണ്ടാവാം. അത് അവരുടെ കുട്ടിക്കാലം മുതലോ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നോ ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അവരൊരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു സ്പാർക്ക് അവരുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. ഇതിനെ ആളി കത്തിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവർ ഗ്രാഫിക്കലി കാണുന്ന പല കാര്യങ്ങളിൽ നിന്നും സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന വലിയ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഇവർ അല്ലെങ്കിലും കൊലപാതകമൊക്കെ ചെയ്യുമായിരുന്നു, ചിലപ്പോൾ കുറച്ചും കൂടി വൈകി പോകുമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ, അതായത് ഒരാളെ വെട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ കുത്തിക്കഴിയുമ്പോൾ അയാളുടെ ചോര വരുന്ന കാണുമ്പോൾ അയ്യോ ഞാനിത് ചെയ്യരുതായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഈ നമ്മുടെ മനസ്സിൽ അസോസിയേറ്റ് ആയിരിക്കുന്ന ഇമോഷൻ, ആ ഇമോഷനെ ബ്രേക്ക് ചെയ്യാൻ തരത്തിൽ സിനിമ പ്രവർത്തിക്കുമ്പോൾ, സിനിമ എന്നല്ല വീഡിയോ ഗെയിംസ് ആണെങ്കിലും, അതായത് നമ്മൾ ഈ രക്തം ചിന്തുക, മറ്റൊരാളുടെ ശരീരത്തെ നോവിക്കുക എന്ന് പറയുന്നത് അതൊരു തരം ഒരു സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഭയങ്കര രസമുള്ള മ്യൂസിക്കൊക്കെ ഇട്ട് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ വേറൊരാളുടെ ശരീരത്തിൽ രക്തം ചിന്തുന്നത് കാണുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവുന്നതിന് പകരം അത്രേ ഉള്ളൂ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയൊക്കെ ചെയ്യുന്നത് ഓൾറെഡി കുറ്റകൃത്യം ചെയ്യാൻ മനസ്സിൽ സാധ്യത ഉണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, അവർ കുറച്ചും കൂടി ഡീഅസോസിയേറ്റ് ആവുകയാണ് ഈ പറയുന്ന വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന്. നമ്മൾ ഈ പറയുന്ന നേരത്തെ കുറ്റകൃത്യം ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അത് രൂപപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവർ എന്തായാലും ഞാനൊരു കൊല ചെയ്യുമല്ലോ ഇപ്പോൾ പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കൊറിയൻ സീരീസ് എടുത്ത് വെച്ചിരുന്ന് കാണില്ല. അവരിങ്ങനെ റാൻഡമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പരസ്യം കൊടുക്കുന്നു, ഫാമിലിയായി വന്ന് കാണൂ എന്ന് പറഞ്ഞ് വയലൻസ് സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊമോഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു സിനിമ വരുന്നു, അല്ലെങ്കിൽ അത്തരം സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത സിനിമകളിലും വയലൻസ് എന്തോ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെ കാണിക്കുന്നു. സ്വാഭാവികമായും ഈ ഒരു തോന്നൽ ഉള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് കൊറിയൻ സീരീസ് ഒന്നും കാണാൻ പോയില്ലെങ്കിലും നമ്മുടെ നാട്ടിലിറങ്ങിയ ഒരു പടം എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞ ഒരു ഹൈപ്പിൻ്റെ പുറത്ത് കയറി കണ്ടു, അത് കണ്ടു കഴിയുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഈ സാധനം സ്പാർക്കാവില്ലേ. ഇനി കൊറിയൻ വെബ് സീരീസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അനിയത്തി കൊറിയൻ സീരീസ് എല്ലാം കുത്തിയിരുന്ന് കാണുന്ന ആളാണ്. എനിക്കതൊന്നും മനസ്സിലാവാറില്ല. ഞാൻ അവളോട് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നത് ഭയങ്കര പ്രേമമാണ്, രണ്ടുപേര് അവർക്ക് തമ്മിലറിയാം, ഇഷ്ടമാണെന്നും തമ്മിലറിയാം, പക്ഷേ സമ്മതിക്കില്ല. ഓരോ എപ്പിസോഡിൽ ഇപ്പം പറയും എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാണ്. ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു കാമുകൻ, ഭയങ്കര ഇമോഷണലി ഡിപ്പെൻഡായി പോകുന്നൊരു നായിക എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ ആ സീരീസിൽ കാണിക്കുന്നുണ്ട്. കൊറിയൻ സീരീസ് കാണുന്ന എല്ലാവരും വയലൻസ് സിനിമകളും സീരീസും മാത്രം കുത്തിയിരുന്ന് കാണുന്നു എന്ന് വിചാരിക്കരുത്. ഇനി കൊറിയൻ സിനിമകളിലും സീരീസിലും വീഡിയോ ഗെയിംസിലും ഒക്കെയുള്ള വയലൻസ് ആളുകളെ സ്വാധീനിക്കുമെങ്കിൽ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളിലെ വയലൻസും ആളുകളെ സ്വാധീനിക്കും, ഒരു പക്ഷേ സാധാരണയിൽ കവിഞ്ഞ്. കാരണം നമ്മുടെ മാതൃഭാഷയിലാണ് നമ്മൾ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അറിയാലോ, ഒരു വയസ്സുള്ള കൊച്ച് വയലൻറ്റ് സീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആസ്വദിക്കുന്നത്, ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പേരൻസും അത് അതുപോലെ വെട്ടിയെടുത്ത് ഷെയർ ചെയ്യുന്ന നടന്മാരും ഒക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. ആ ഒരു വയസ്സുള്ള കൊച്ചിന് നാളെ വേറൊരാളെ കൊല്ലുന്ന കണ്ടു കഴിഞ്ഞാലും വിഷ്വലി അതിനൊന്നും മനസ്സിലാവില്ല. ചില കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെ തല എവിടെയെങ്കിലും തട്ടി കഴിയുമ്പോൾ അത് നമ്മളെ നോക്കും. നമ്മളെല്ലാവരും അയ്യോടാ എന്ന് പറഞ്ഞ് ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ അത് കരയാൻ തുടങ്ങും. എന്നാൽ അതേസമയം അത് മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൊച്ച് അതിൽ വലിയ കാര്യമായിട്ട് കരയില്ല. കാരണം ഈ കൊച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ, ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ടായാൽ ഇതായിരിക്കണം ഇവിടുത്തെ റിയാക്ഷൻ, അല്ലെങ്കിൽ അതിനെ ഞാൻ ഇമോഷണലി ഇങ്ങനെയാണ് ടേക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കൊച്ചിൻ്റെ മുമ്പിൽ, അതായത് 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളുടെ ബ്രെയിൻ വളരുന്നത് 150x അത്രയും സ്പീഡിലാണെന്ന് എവിടെ കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും കുട്ടികൾ ഏറ്റവും അധികം ലേൺ ചെയ്യുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ കൊച്ചിന് ചോര തെറിക്കുന്ന കത്തിയൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് വന്ന് നായകൻ്റെ വിഷ്വൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ അച്ഛനമ്മമാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അവർ മിക്കവാറും ഒരു 90s ശേഷമൊക്കെ ജനിച്ചിട്ടുള്ള ആളുകളായിരിക്കും. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഈ കൊച്ചു വളർന്ന് വലുതായി ഇതിന് വലിയ അസോസിയേഷൻ ഒന്നും ഇല്ല, പെയിനും ബ്ലഡും ഒന്നും ആയിട്ട് അതിനൊരാളെ തല്ലുക, വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വിഷയമായില്ല എന്ന് വരും. എന്നിട്ട് അത് കുറ്റം ചെയ്യുമ്പോൾ ജെൻ ആൽഫയുടെ മക്കൾ, അത് വേറെ എന്തെങ്കിലും ഒരു ആൽഫ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ജനറേഷൻ ആയിരിക്കുമല്ലോ, അപ്പോൾ അവരൊക്കെ കുറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞായിരിക്കും വാർത്ത വരുന്നുണ്ടാവുക. ഇനി
അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും വരുന്ന എത്രയോ ഗെയിമുകളും സീരീസുകളും എത്രയോ നാളുകളായി നമ്മുടെ കുട്ടികളും മുതിർന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത് ഇവിടെ നിന്നും എത്തുന്ന സിനിമകളിലും സീരീസിലുമാണെന്നത് രഹസ്യമായ വിവരമല്ല. പക്ഷെ അതിനെയൊക്കെ തോൽപ്പിക്കുന്ന വയലൻസ് ആണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്ന സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതും രഹസ്യമായ വിവരമല്ല. പക്ഷേ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള രാജ്യം ജപ്പാനാണെന്നതും ശ്രദ്ധേയമാണ്. അവരുടെ നിയമവ്യവസ്ഥയും സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും സോഷ്യൽ ഓഡിറ്റിങ്ങും അത്രമേൽ ഫലപ്രദമായാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതായത് ജപ്പാനിൽ നിന്നൊക്കെ വരുന്ന സിനിമകളിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസ് കാണിക്കുന്നു, എന്നാൽ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ളത് ജപ്പാനിലാണ്. കാരണം അവിടെ നിലനിൽക്കുന്ന നിയമങ്ങളും സോഷ്യൽ ഓഡിറ്റിങ്ങും ഒക്കെ വളരെ ശക്തമാണെന്നാണ്. അതായത് വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ ആ സിനിമകൾ അത് കുട്ടികളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ അവിടെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണല്ലോ അത് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതോ കുട്ടികൾ വയലൻസ് സിനിമകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എന്നിട്ട് അവർ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സാധാരണ പോലെ സുഖമായിട്ട് ജീവിക്കുകയാണ് എന്നാണ്. അത് ഏത് അർത്ഥത്തിലാണെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കേട്ടോ. അതായത് രാവിലെ എണീക്കുമ്പോൾ ജപ്പാനിൽ ഒരു അച്ഛനും അമ്മയും കൂടി ജനിച്ച 2-3 കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒന്നിച്ചിരുന്ന് വയലൻസ് സിനിമകളൊക്കെ കണ്ടിട്ട് കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല, നമ്മുടെ കുട്ടികളൊക്കെ എന്ത് സമാധാനശീലരായിരിക്കുന്നു എന്ന് വിചാരിക്കാമല്ലോ. അവിടെ ഇറങ്ങുന്ന സിനിമകൾ അല്ലെങ്കിൽ അത്തരം കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തുന്നതിന് വേണ്ടി അവിടെ കൃത്യമായൊരു സെൻസർഷിപ്പ് നടക്കുന്നുണ്ടാവണം. സോഷ്യൽ ഓഡിറ്റിംഗ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ സിനിമയുടെ സെൻസറിംഗ് എന്ന് പറയുന്നത് സെൻസർ ബോർഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അച്ഛനമ്മമാരാണ്. കുട്ടികൾ എന്ത് കണ്ടന്റ് കാണുന്നു, എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു, അവരിലേക്ക് ഏതൊക്കെ രീതിയിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഇനി കുട്ടികളിലേക്ക് റീച്ച് ആവുന്ന തരത്തിൽ ഇത്തരം സിനിമകളും കണ്ടന്റും വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ്യേണ്ട ഒരു ബാധ്യത ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന മാതാപിതാക്കൾക്ക് അടക്കമില്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പറയേണ്ടത് മലയാളത്തിൽ സിനിമകൾ വയലൻ്റ് ആയിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, അപ്പോൾ നമുക്കിവിടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് ആവശ്യം എന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത് എന്ന് പറയുന്ന ഒരു ചെറിയ സംശയമുണ്ട്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഏത് ഡേറ്റയും വിരലിൻ്റെ തുമ്പത്തിൽ ലഭ്യമാകുന്ന ഒരു സാമൂഹ്യ പരിതസ്ഥിതിയിൽ സിനിമകളാണ് വയലൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ന്യൂനീകരണത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? സിനിമയാണ് വയലൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്ന ശക്തമായ വാദഗതികൾ എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സിനിമ വളരെ അഗ്രസീവായിട്ടുള്ള വയലൻ്റ് ആക്ടിനെ നോർമലാക്കി മാറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വീണ്ടും വീണ്ടും പറയുന്നു, ഡി അസോസിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഈ പറയുന്ന പെയിനോട്, ബ്ലഡിനോട്. അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഇമോഷനിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുകയാണ്. ചെറിയ ഉദാഹരണം, മറ്റേ കോഴിക്കടയിൽ കോഴിയെ വെട്ടാൻ നിൽക്കുന്ന ആൾക്കാരാണ്. കൊതുകിനെയും പാറ്റേനെയും കൊല്ലാൻ മടിയില്ലാത്ത ആൾക്കാർ കോഴിയെ കൊല്ലുന്ന കണ്ടാൽ മുഖം തിരിഞ്ഞ് നിൽക്കും, അല്ലെങ്കിൽ ചോര പോയി കോഴി പിടയ്ക്കുന്നത് കാണുമ്പോൾ അവരത് നോക്കി നിൽക്കില്ല. അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഡബ്ബയിലാണ് ഈ കോഴീനെ കറുത്തിട്ട് ഇടുക. പക്ഷെ അത് ചെയ്യുന്ന ആളിൽ അയാൾക്ക് വലിയ ഇമോഷനൊന്നും ഉണ്ടാവില്ല. അയാൾ ജനിച്ചന്ന് മുതൽ കോഴി ഇറക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച ആളൊന്നുമല്ല. അയാൾക്കും ആദ്യമായി കോഴി ഇറക്കുന്ന സമയത്ത് കൈവറച്ചിട്ടുണ്ടാവും, ഇമോഷണലി എന്തോ ഒരു ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അതൊരു ജോലിയുടെ ഭാഗമാണ്. ആ ഇമോഷൻസിൽ നിന്ന് താൻ ഡിറ്റാച്ച്ഡ് ആവണോ എന്ന് പറയുന്ന അവരുടെ ഒരു ബോധ്യം, അത് ഗ്രാജുവലി ഈ രക്തം കാണുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ മാംസവും തൊലിയും തമ്മിൽ വേർതിരിക്കുന്ന സിറ്റുവേഷനിലോ അയാൾക്ക് ഇമോഷണലി ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. എന്ന് പറയുന്ന പോലെ മനുഷ്യനെ ആക്രമിക്കുന്നത്, വളരെ ക്രൂരമായ രീതിയിൽ അയാളുടെ ശരീരത്തോട് പെരുമാറുന്നത്, ഇത് കൺസിസ്റ്റൻ്റായി പല തരത്തിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഇമോഷണൽ കണക്ട് അതിൽ നിന്ന് മാറും. സ്വന്തം സഹോദരൻ അത്ര സ്നേഹമാണെന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ്റെ മുഖത്ത് 9 തവണയോ 20 തവണയൊക്കെ ചുറ്റിയൊക്കെ അടിക്കാൻ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുറ്റിയ കൊണ്ട് അടിക്കുമ്പോൾ ഈവൻ മരണശേഷമാണെങ്കിൽ പോലും അത് എൻ്റെ കൂടി രക്തമാണ്, അല്ലെങ്കിൽ ഒരു മൃതശരീരത്തോട് ഞാൻ ഇത്രയും റെസ്പെക്റ്റില്ലായ്മ കാണിക്കരുത് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണ്ടേ. അവരുടെ സൈക്കോളജിക്കലിയുള്ള സിറ്റുവേഷനൊക്കെ അതിന് കാരണമാണ്. പക്ഷേ ആ സിറ്റുവേഷനിലേക്ക് ഇത്രയും ഇമോഷൻസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അയാളെ പ്രിപ്പയർ ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്ന് ഗ്രാഫിക്കലി സെലിബ്രേറ്റ് ചെയ്യുന്ന വയലൻ്റ് രംഗങ്ങൾ ഒരു കാരണമാവുന്നില്ലേ? അപ്പോൾ സിനിമ വയലൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ദൃശ്യം കണ്ടിട്ട് കൊല്ലാൻ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇറങ്ങൂല. കൊല്ലാനുള്ള ആളും കൊല്ലാനുള്ള കാരണമൊക്കെ അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ദൃശ്യം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്, അല്ലെങ്കിൽ ദൃശ്യത്തിലെ ഏതെങ്കിലും ഒരു രംഗം കണ്ടപ്പോഴാണ് ഇവനെ കൊന്നിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടണം എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ ദൃശ്യം കണ്ടതുകൊണ്ട് ഒരാളെ കണ്ടുപിടിച്ച് കൊന്നേക്കാം എന്നാരും വിചാരിക്കുന്നില്ല. അങ്ങനെ ഇവിടെ ആരും പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ ഒന്നാകെയുള്ള മിഡിൽ ക്ലാസ് വൽക്കരണവും ആ സ്റ്റാറ്റസ് എത്തിപ്പിടിക്കാൻ കഴിയാത്തവർക്കിടയിൽ ജനിക്കുന്ന അരക്ഷിതാവസ്ഥകളും ഉണ്ടാക്കുന്ന വമ്പിച്ച പ്രത്യാഘാതങ്ങൾ ഭരണകൂടത്തിൻ്റെ കൂടി ശ്രദ്ധയിൽപ്പെടേണ്ട വിഷയമാണ് എന്നിരിക്കെ സിനിമയെ അക്രമത്തിൻ്റെ കേവല കാരണമായി ചിത്രീകരിക്കുന്നത് അസംബന്ധവും അബദ്ധജടിലവുമാണെന്ന് പെട്ടെന്ന് എനിക്ക് ലളിതാ സഹസ്രനാമം വായിക്കുന്ന പോലെയൊക്കെ തോന്നി. അസംബന്ധവും അബദ്ധജടിലവുമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പറഞ്ഞോളൂ. ചില ചോദ്യങ്ങൾ കൂടി ഉയർത്താതെ ഈ കുറിപ്പ് പൂർണ്ണമാകില്ല. വെരി ഗുഡ്. പാട്രിയാർക്കി ചിത്രീകരിച്ച സിനിമകളാണോ ഇവിടെ പുരുഷ മേധാവിത്വം സൃഷ്ടിച്ചത്?
ഇത് ആരാണ്ട് ചോദ്യം ഉണ്ടാക്കിയത്, എന്ത് കോമഡി, ഇതൊന്ന് പ്രൂഫ് റീഡ് ചെയ്തുകൂടായിരുന്നു. ഈ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലൊക്കെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സാർ അടക്കമുള്ള ആളുകളുള്ളതല്ലേ, അല്ലെങ്കിൽ എത്രയോ സിനിമയെക്കുറിച്ച് വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്ന ആളുകളൊക്കെ ഉള്ളതല്ലേ. പാട്രിയാർക്കി ചിത്രീകരിച്ച സിനിമകളാണോ ഇവിടെ പുരുഷ മേധാവിത്വം സൃഷ്ടിച്ചത്? സിനിമയിലുള്ള പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ അത്തരം അവതരണ രീതികൾക്ക് കാരണമായിട്ടുള്ളത് സാമൂഹിക പരിസ്ഥിതിയാണ്. എന്നാൽ അത്തരം പരിസ്ഥിതികളെ ചോദ്യം ചെയ്ത് ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് ഒരു കാരണമായിട്ടുള്ളതിൽ ഒന്ന് സിനിമ കൂടിയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു കാലത്ത് വലിയൊരു ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നത് നാടകങ്ങളായിരുന്നു. സിനിമ എന്ന് പറയുമ്പോൾ നാടകത്തിനേക്കാൾ കുറേയും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു മീഡിയമായിട്ട് മാറുകയാണ്. പാട്രിയാർക്കി ചിത്രീകരിച്ച സിനിമകളാണോ പുരുഷ മേധാവിത്വം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ പാട്രിയാർക്കിലായി നിന്നിരുന്ന ഒരു സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യാനും അവിടെ ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാവാനും കളക്റ്റീവായിട്ടുള്ള ചർച്ചകളിലേക്കും നിഗമനങ്ങളിലേക്കും ഒക്കെ എത്താൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സിനിമകളെ മുഴുവൻ ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരു സ്റ്റുപ്പിഡ് ചോദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് ഫീൽ ചെയ്തത്. ഇത്രയും കാലം കൊണ്ട് സിനിമകളിലൂടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ചർച്ചകളിൽ പലതിനെയും പുല്ല് വില കൊടുത്തിട്ടല്ലേ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് സിനിമ. സിനിമയുടെ പ്രതിഫലനങ്ങൾ സമൂഹത്തിലും ഉണ്ടാവും. അങ്ങനെ ഇല്ലയെന്ന് ചിന്തിക്കുന്നത് സിനിമ എന്ന് പറയുന്ന ടൂളിനെ പുച്ഛത്തോടുകൂടി നോക്കി കാണുന്നുണ്ടാവും. ആരോ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഡിറ്റാച്ച്ഡ് ആയിട്ടല്ല നമ്മൾ സിനിമ കാണുന്നത്. അവിടെയുള്ള കഥാപാത്രങ്ങൾ, ജീവിത സന്ദർഭങ്ങൾ, ആ സംവിധായകൻ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, ഒരു ഇമോഷൻ ഉണ്ട്. ഒരുപക്ഷെ അവർ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഇമോഷൻസ് പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഉണ്ടായെന്ന് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളെ, സിനിമകളെയൊക്കെ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്. ലൈംഗിക അതിക്രമങ്ങളും ബലാത്സംഗ സംസ്കാരവും ഇവിടെ സിനിമകൾ ഉൽപ്പാദിപ്പിച്ചെടുത്തതാണോ? ഈ സിനിമ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. സിനിമയിൽ അത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. 6 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്ന ചിന്തകൾക്കെതിരെ ശബ്ദിച്ച സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സിനിമകൾ കുറച്ചാളുകളുടെയെങ്കിലും ചിന്താധാരയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അതും മനസ്സിലാക്കാതെ എവിടുന്നോ എന്തോ വലിച്ചു വാരി എഴുതുന്ന പോലെയൊക്കെയുള്ള ഒരു ചോദ്യമായിപ്പോയി ഇത്. രാഷ്ട്രീയ പാർട്ടികളെ ഗ്രസിച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്ര ജീർണതയും ഭരണകൂടങ്ങളെ ബാധിച്ചിരിക്കുന്ന അഴിമതിയും സിനിമ കാരണമാണോ? അഴിമതിയും പാർട്ടി പ്രശ്നങ്ങളും ഒക്കെ സിനിമ കാരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ അത്തരം പ്രശ്നങ്ങളെ ജനങ്ങൾ അതിവൈകാരികമായി നോക്കിക്കാണുന്നതിനെ വിമർശിച്ചിട്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സന്ദേശമൊക്കെ നാഷണൽ വേസ്റ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പോലത്തെ ഒരു ചോദ്യമായിപ്പോയത്. അതായത് സന്ദേശം ചില ചർച്ചകൾക്ക് തുടക്കം വെച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരാൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ലോകത്ത് പലയിടത്തും രൂപപ്പെട്ടു വരുന്ന ന്യൂ നാസി, ന്യൂ ഫാഷിസ്റ്റ് താല്പര്യങ്ങളും തീവ്ര വംശീയതയും പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ പോലെ കേരളത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയവും കൊള്ളാം നന്നായിട്ടുണ്ട്. അത് നിർവഹിക്കുന്ന സാമൂഹിക അതിക്രമങ്ങളും സിനിമ ഉൽപ്പാദിപ്പിച്ചതാണോ? പിന്നെ ഞാൻ ഈ പറയുന്ന തീവ്ര വംശീയതയും മറ്റ് പല കാര്യങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ വിമർശിക്കേണ്ടതാണ് എന്ന ചിന്ത ആളുകളിൽ ജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളും പുസ്തകങ്ങളും, സിനിമ മാത്രമൊന്നുമല്ല കേട്ടോ, സിനിമകളും പുസ്തകങ്ങളും ചർച്ചകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കലോ ആയിപ്പോയത്. എത്രയോ കാലമായി എത്ര സ്ത്രീധന മരണങ്ങൾക്കും നമ്മുടെ നാട് സാക്ഷിയായി. ഇതും സിനിമയുടെ ചുമലിൽ. സ്ത്രീധന മരണങ്ങൾക്ക് സിനിമ കാരണമായി എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള അയാൾക്ക് എന്തെങ്കിലും ഒരു മാർഗം കിട്ടാൻ വേണ്ടി, അതായത് സ്വയം രക്ഷപ്പെടുകയും എന്നാൽ മറ്റേ ആളെ ഉപദ്രവിക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും സിനിമ. അല്ലെങ്കിൽ അത്തരമൊരു കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് സിനിമ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും. അതല്ലാതെ സ്ത്രീധനം വാങ്ങിക്കാൻ സിനിമ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഒരു സ്കൂളിലും പഠിപ്പിച്ചിട്ടല്ല സ്ത്രീധനം വാങ്ങിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ ഒരു നിയമപാലകനും വന്ന് ക്ലാസ് എടുത്ത് തന്നിട്ടല്ല സ്ത്രീധനം ചോദിക്കരുത് വാങ്ങരുത് എന്ന് പറയുന്ന ഒരു ഇമേജ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകം എഴുതിയിട്ടുണ്ടായിരുന്നു, വൻ കോമഡിയാണ്. പക്ഷേ ആ നാടകത്തിലും നമ്മൾ സ്ത്രീധനം വാങ്ങിക്കുന്ന അമ്മായിയമ്മയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സാധനമായിരുന്നു. അത്തരം ഇമേജുകൾ എനിക്ക് തന്നിട്ടുള്ളത് സിനിമകളാണ്. ഭാര്യ എന്ന് മറ്റാന്ന് തോന്നുന്നു ഉർവശി അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ. അതിൽ ബൈജു ചേട്ടൻ അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടർ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്കൊരു മനുഷ്യജീവിയെ അകാരണമായിട്ട് അങ്ങനെ ഉപദ്രവിക്കാനോ അവരുടെ പേരിൽ എന്തും ചാരി വെക്കാനോ അല്ലെങ്കിൽ അവർ പൈസ തന്നാൽ മാത്രമേ അവരെ അംഗീകരിക്കുള്ളൂ എന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചിന്ത എനിക്ക് തന്നത് സിനിമയാടോ. നിങ്ങൾ ആ സിനിമ കൊള്ളൂല, ആ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ചപ്പളി പടമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു ഡയറക്ടേഴ്സ് യൂണിയൻ മെമ്പറിന് ചിലപ്പോൾ ഈ പോസ്റ്റിന് അംഗീകരിക്കാൻ പറ്റുമായിരിക്കും. ഒരു സിനിമ സ്നേഹിക്ക് ഈ പോസ്റ്റിന് അംഗീകരിക്കാൻ പറ്റില്ല, ഈ ചോദ്യത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. മന്ത്രവാദവും ആഭിചാര കർമ്മങ്ങളും കൂടി വരുന്നു, അതുമായി ബന്ധപ്പെട്ട കൊലകളും. ഇതിനും സിനിമയെ പഴിക്കുമോ? ഈ മന്ത്രവാദവും വിശ്വാസങ്ങളും ഒക്കെ നടക്കും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിലൊക്കെ എന്തോ ഒരു സയൻസ് അതിൻ്റെ പുറകിലുണ്ട് എന്നിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് സാമാന്യയുക്തിക്ക് 50 പൈസ കുറവുള്ള സംവിധായകരും എഴുത്തുകാരും ഒക്കെ മലയാള സിനിമയിലുണ്ട്. അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ രഹസ്യമായ വിവരമല്ല. എന്നാൽ അതേസമയം ഇത്തരം അന്ധവിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്ന ആളുകളെ, അവരുടെ പ്രവർത്തികളെ, അത്
അതൊക്കെ വെറും കോമഡിയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന യുക്തിപരമായ ചോദ്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ പരിവാർ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വരികയാണ്. അതിനകത്ത് ജോത്സ്യമൊക്കെ നോക്കി സമയമൊക്കെ നോക്കിയിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു രസകരമായ ആവിഷ്കാരം അതിൻ്റെ പുറകിൽ കാണിക്കുന്നുണ്ട്. അത് കാണുന്ന ഒരാൾക്ക് ആഭിചാരവും മന്ത്രവാദവും ഒന്നും ചെയ്യാൻ തോന്നില്ല. എന്നാൽ അതേസമയം അത്തരം കാര്യങ്ങളിലെ യുക്തിയില്ലായ്മയോട് ഒരു അകൽച്ചയാണ് നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ പോയി വീഴൂല. പ്രേമത്തകർച്ചയിൽപ്പെട്ടവർ പ്രതികാരം നിർവഹിക്കുന്നത്, ആസിഡ് അറ്റാക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നു. ഇതെല്ലാം സിനിമ ഉൽപ്പാദിപ്പിച്ചതാണോ? അല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരാളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമ്പോൾ അയാളുടെ മുഖം വികൃതമാകുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വില്ലനെ, നായകൻ പോലും ഞാൻ പറയുന്നില്ല, വില്ലനെ ടോൺ 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 എന്ന മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അവൻ്റെ മുഖത്തെ ആ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ പകർത്തി കാണിക്കുക. ഇപ്പോൾ നമ്മൾ വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയെ ഗ്യാസ് കുറ്റിക്ക് അടിച്ച് കൊല്ലുന്ന ഒരു സീൻ നമ്മൾ ചിലപ്പോൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വാർത്തകളിലൊക്കെ നമ്മൾ വയലൻസ് കാണുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ വാർത്തകളിലൊന്നും ഒരു ഗ്രാഫിക്കലി കാണിക്കുന്നില്ല. അത് ഒരു വാർത്ത വരികയാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും? ഒരു പത്രത്തിൻ്റെ ഈ ഫോണിൻ്റെ അത്രയും മാത്രം അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു വാർത്താ കോളത്തിൽ 4 വയസ്സുകാരനെ ഗ്യാസ് കുറ്റി കൊണ്ടടിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നൊരു വാർത്ത വരും. അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുമായിരിക്കും. വാർത്ത വളരെ സിമ്പിളായിട്ടായിരിക്കും. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അയ്യോ എങ്ങനെ അവനിത് ചെയ്യാൻ തോന്നി എന്ന് പറയുന്നൊരു ഇമേജ് ആയിരിക്കും വരിക. ഈ പറയുന്ന ബ്ലഡോ ഗ്രാഫിക്കലി വയലൻസ് കാണിക്കുന്ന ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. സിനിമയിലേക്ക് വരുമ്പോൾ ഈ പത്രക്കട്ടിങ്ങിൽ പരിപാടി നിൽക്കില്ല. സ്ലോ മോഷനിൽ വില്ലൻ നടന്നു വരണം, അവൻ ഗ്യാസ് കുറ്റിയെടുക്കണം, അവിടെയൊക്കെ മ്യൂസിക്, ലൈറ്റ്, സംഭവം സ്ലോ മോഷനിൽ വരുന്നു. ആ കുട്ടി കരയുന്നത്, നിലവിളിക്കുന്നത്, കുറ്റിക്കടിക്കുന്നത്, അടിച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരം ചെതറുന്നത്, എല്ല് പൊടിയുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരല്പമെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് വിഷ്വലി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 1, 2, 3 വട്ടമൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റൊരാളുടെ ശരീരം ചതച്ചരയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു സംഭവമായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ വാസന ഉള്ളിൽ കിടക്കുന്ന, അതിനുള്ളൊരു സ്പാർക്ക് ഉള്ളിൽ കൊണ്ട് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ സ്പാർക്ക് ആളി കത്തിക്കോളും. കാര്യം അവന് ആകെ ഉണ്ടായിരുന്ന ഒരു ഇമോഷൻ, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യരുത്, അവർക്ക് വേദനിക്കില്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ പോലെയുള്ള ചിന്തകളെ മായ്ച്ചു കളയാണ് ചെയ്യുന്നത്. സിനിമ ഉൽപ്പാദിപ്പിക്കുന്നത് ക്രിമിനലുകളെയല്ല, പക്ഷേ ക്രിമിനൽ മൈൻഡുള്ള ആളുകളുടെ ഉള്ളിലുള്ള ചില ചിന്തകളെ, ചില തടസ്സങ്ങളെയൊക്കെ മാറ്റി കൊടുക്കാൻ ചില സിനിമകൾക്ക് പറ്റും. അത്തരം സിനിമകൾ കണ്ടിന്യൂസ്ലി കാണുന്നതുകൊണ്ടും സംഭവിക്കും. അത് മലയാളത്തിലെന്നല്ല, കൊറിയയിലല്ല, ഏത് ഭാഷയിൽ വന്നു കഴിഞ്ഞാലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പുസ്തകങ്ങൾ, സിനിമകൾ, നാടകങ്ങൾ ഒക്കെ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലേശം വെളിച്ചത്തിൻ്റെ കുറവ് ഈ പോസ്റ്റിലുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കുട്ടികൾക്കോ മുതിർന്നവർക്കോ മനോവൈകല്യം ഉണ്ടെന്ന് കണ്ടാൽ പുറത്ത് പറയാനും വേണ്ട പരിചരണം കൊടുക്കാനും മടിക്കുന്ന സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടേത്. ആ സാമൂഹ്യ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാനും സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ സൗബിൻ ഷാഹിർ ഇരുന്ന് കരയുന്ന സീൻ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്, ഒന്ന് മനസ്സ് തുറന്ന് കരയാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഇങ്ങനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് അതൊരു കുഴപ്പമല്ല. ചേട്ടൻ അനിയനോട് ചോദിക്കുകയാണ്, എടാ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, നീ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുക. ആ ചോദ്യം നമ്മളിൽ പലരും ചോദിക്കാതിരിക്കുന്നതാണ്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോകുന്ന എന്തോ വലിയൊരു അപരാധം പോലെയാണ്. ആ ചിന്തകളിലൊരു മാറ്റം കൊണ്ടുവരാൻ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണുന്ന മറ്റേതൊരു ഡോക്ടറെയും കാണാൻ പോകുന്ന പോലെ നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ എത്രയോ സിനിമകളിൽ അതുണ്ട്. ഒരു പാനിക് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ആളുകൾക്കൊക്കെ അനുസരിച്ച് അത് മാറുന്നുണ്ടാവാം. എങ്കിൽ പോലും അത്തരം ടെക്നിക്കുകൾ നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്ന 5-ാം പാതിര അടക്കമുള്ള സിനിമയിലുണ്ട്. എനിവേ, നമുക്ക് ആ ബാക്കി പോസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. കുട്ടികൾക്കോ മുതിർന്നവർക്കോ മനോവൈകല്യം ഉണ്ടെന്ന് കണ്ടാൽ പുറത്ത് പറയാനും വേണ്ട പരിചരണം കൊടുക്കാനും മടിക്കുന്ന സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടേത്. മാതാപിതാക്കന്മാർക്ക് കുട്ടികളുടെ മേലുള്ള അധികാരം കൊഴിഞ്ഞ് ഇല്ലാതായി പോവുകയും കുട്ടികൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒറ്റപ്പെടലിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ എത്ര പേർ അപഗ്രഥിക്കുന്നുണ്ടാകും? അതൊരു നല്ല ചോദ്യമാണ്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വർഷങ്ങളിൽ അച്ഛനമ്മമാർക്കും അധ്യാപകർക്കും അവരുടെ ചുറ്റുമുള്ള സമൂഹത്തിനും അവരിലേക്ക് എന്താണ് കൊടുക്കാൻ സാധിക്കുന്നത്, അവരുടെ കോർ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അത് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പല ആളുകളും ഗവൺമെൻറ്റിനെ കുറ്റം പറയും, കുറച്ച് ആളുകൾ ഈ പറഞ്ഞ പോലെ സിനിമയെ കുറ്റം പറയും, വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായ ഒരു മാറ്റം സംഭവിക്കുന്നത് വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കല്യാണം കഴിഞ്ഞ് എങ്ങനെയോ ഒരു സാഹചര്യത്തിൽ ഒരു കൊച്ചുണ്ടായിപ്പോയി അതുകൊണ്ട് അതിനെ വളർത്തണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമുക്കൊരു കുഞ്ഞിൻ്റെ ആവശ്യമുണ്ടോ എന്ന് 2 പേര് കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങനെ ഒരു കുഞ്ഞ് വരികയാണെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ എങ്ങനെ ഈ ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, നമുക്ക് അതിന് വേണ്ടിയിട്ട് പഠിക്കാം. ചൈൽഡ് സൈക്കോളജിസ്റ്റുകളെ കാണാം, ഗൈനക്കോളജിസ്റ്റുകളെയും പീഡിയാട്രീഷ്യൻസിനെയും കാണാം, സംശയങ്ങൾ ചോദിക്കാം, അറുതി വരുത്താം, എങ്ങനെ ഞാനൊരു കുട്ടിയെ വളർത്തണം എന്ന് മര്യാദക്കൊന്നിരുന്ന് പഠിച്ചിട്ട് അത്രയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ. എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന അച്ഛനമ്മമാരെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം, ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞ് വരുന്നതിന് മുമ്പ് നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു? അതൊരു ഗംഭീര ചോദ്യമാണ്. ഈ പോസ്റ്റിൽ
എനിക്ക് വളരെ വാലിഡായിട്ട് തോന്നുന്ന, നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അതാണ്. അതിലേക്ക് ആരും പോകുന്നില്ല, നേരെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. അപ്പം തന്നെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതൊക്കെയാണ് ചർച്ചയായിട്ട് കൊണ്ടുവരുന്നത്. എന്തൊരു ഗതികെട്ട ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, മിസ്റ്റർ പ്രധാനമന്ത്രി എന്ന് വിളിക്കും, മിസ്റ്റർ സുരേഷ് ഗോപി എന്നും മിസ്റ്റർ പിണറായി വിജയൻ എന്നും വിളിക്കും. അതിലിപ്പോൾ എന്താണ് കുഴപ്പം? രാജാവല്ലല്ലോ ഭരിക്കുന്നത്, ജനപ്രതിനിധികളല്ലേ. ലോകത്തെല്ലായിടത്തും മിസ്റ്റർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, അതിൽ ഇച്ചിരി ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമകളുടെ എഫക്റ്റ് തന്നെ പറയുന്നത്. നമ്മുടെ സിനിമകളിലൊക്കെ വന്നിട്ട് മിസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തോ ഒരു കുറ്റം വിളിക്കുന്ന പോലെയാണ്, എന്തോ ഒരു പറച്ചിൽ പറയുന്ന പോലെയാണ്. ആ ടോണിൽ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മിസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ആരാണ് അത് എന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നിപ്പോവും. അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിലും അത്തരം തോന്നലുകളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരാളാണ്. ഇനി നമുക്ക് തിരിച്ചു വരാം. നല്ല ചർച്ചകൾ, അല്ലെങ്കിൽ കൃത്യമായ ചർച്ചകൾ നടക്കുന്നതിന് പകരം എന്തൊക്കെയോ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നമ്മളിൽ ഭൂരിപക്ഷത്തിനും പോലീസ് പറയുന്ന കാര്യങ്ങൾ പരമസത്യങ്ങളായി വെട്ടി വിഴുങ്ങാനാണ് താല്പര്യം. വേണ്ട, പോലീസുകാർ മുഴുവൻ കള്ളന്മാരാണ്. സെറ്റായില്ലേ? സോൾവ് ആയില്ലേ? എന്താണെന്ന് പോലീസുകാർ പറയുന്നത് മുഴുവൻ വെട്ടി വിഴുങ്ങണമെന്നില്ല, പക്ഷെ അവർ പറയുന്നതിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എടുക്കണമല്ലോ. വിഷ്ണുപ്രിയ കൊലപാതകത്തിന് കാരണമായത് അഞ്ചാം പാതിര എന്ന സിനിമയാണത്രേ, ഉണ്ടത്രേ എന്ന് പറയുന്ന ഭാഷയൊക്കെ ഇവിടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. വിഷ്ണുപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ സുഹൃത്ത് വെട്ടിക്കൊലപ്പെടുത്തുന്നതും ചുറ്റിയൊക്കെ അടിച്ച് കൊലപ്പെടുത്തുന്നതും അതിനുശേഷം അവൻ പിടിയിലാവുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള വാർത്തയാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൽ ഈ കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത്, ചില തെളിവ് പരിപാടികളൊക്കെ ചെയ്യുന്നത്, ഇതിനൊക്കെ സിനിമ അയാളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നുണ്ട്. സിനിമ കണ്ടതുകൊണ്ടാണ് അയാൾ കുറ്റം ചെയ്തത് എന്നല്ല പറയുന്നത്. കുറ്റകൃത്യത്തിൻ്റെ രീതിയെ സ്വാധീനിക്കാൻ, എനിക്കിതൊക്കെ ചെയ്താൽ രക്ഷപ്പെടാനുള്ള വകുപ്പുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കാൻ സിനിമയിലെ ചില ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കാരണമായിട്ടുണ്ടാവും. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഞാൻ നല്ലൊരു സിനിമയായിട്ട് തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ അവർ സൗണ്ട് ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ അത് അത്രയും പെർഫെക്റ്റ് ആക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇനി ഒരു സിനിമ അത്തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് പറയും, ഈ സിനിമയ്ക്ക് അവർ നിർബന്ധമായും കൊടുക്കേണ്ടിയിരുന്ന ഒരു ട്രിഗർ വാണിംഗ് ഉണ്ടായിരുന്നു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ തൂങ്ങി മരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അത്തരം മരണ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അത് നിങ്ങളെ ട്രോമാറ്റിക് ആക്കുമെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണരുത് എന്നൊരു ട്രിഗർ വാണിംഗ് അവർ കൊടുക്കണമായിരുന്നു. ഞാനതെൻ്റെ റിവ്യൂവിലും പറയണമായിരുന്നു. അതെൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ആ സിനിമ കണ്ട് ആഴ്ചകളോളം കൺമുന്നിൽ തൂങ്ങി മരിച്ചു കിടന്ന അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നിട്ട് ഉറങ്ങാൻ പറ്റാതായി പോയ ഒരു സുഹൃത്തിനെ കുറിച്ച് ഞാൻ കേട്ടു. കാരണം സിനിമ തുടങ്ങുന്നതേ തൂങ്ങി മരിക്കുന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ആ സിനിമ ചെയ്തിരിക്കുന്നത്. കാലെങ്ങനെ നിൽക്കുന്നു, കൈ എങ്ങനെ നിൽക്കുന്നു, എന്ത് സംഭവിക്കുന്നു, എങ്ങനെ ആടുന്നു, മുഴുവൻ അത്രയും ഡീറ്റെയിലിംഗ് വരുമ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് കണ്ട് ട്രൊമാറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിനിമയിലെ വയലൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇതും ട്രിഗർ വാണിങ്ങുകൾ കൊടുക്കാനും നമ്മുടെ സിനിമ മടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആളെ കയറണം, കാശുണ്ടാക്കണം എന്ന് പറയുന്ന ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധത ആവാന്നല്ല വേണം. അവിടെ നേരത്തെ പറഞ്ഞ ജപ്പാനിലുണ്ടെന്ന് പറയുന്ന സോഷ്യൽ ഓഡിറ്റിംഗ് നമ്മളും ചെയ്യണം. നമ്മൾ ചോദ്യം ചെയ്യണമെന്നേ. അങ്ങനെ അല്ലാത്ത രംഗങ്ങൾ, അതിപ്പോൾ സ്പോയിലർ എലമെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ പറയണം. ഇനി തിരിച്ചു വരാം. വിഷ്ണുപ്രിയ കൊലപാതകത്തിന് കാരണമായത് അഞ്ചാം പാതിര എന്ന സിനിമയാണത്രേ. കൊലപാതകത്തിന് കാരണമായത് എന്ന് പറയുന്നില്ല, കൊലപാതകത്തിൻ്റെ മെത്തേഡും രക്ഷപ്പെടാനുള്ള സാധ്യതകളും അതിനൊക്കെ അയാൾ അഞ്ചാം പാതിര 20 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നൊക്കെ അന്ന് വാർത്തകളിൽ ഉണ്ടായിരുന്നു. ദൃശ്യം 1, 2 പോലെയുള്ള സിനിമകൾ വേറെയും ചില കൊലപാതകങ്ങൾക്ക് പ്രേരണയായത്രേ. ഇത് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമാണ്. ദൃശ്യം കണ്ടിട്ട് എന്നാൽ പിന്നെ ഞാനൊരു കൊലപാതകി ആയേക്കാം എന്ന് പറഞ്ഞ് ഒരാളെ കണ്ടുപിടിച്ച് ഇവനാണ് കൊല്ലാൻ പറ്റിയ ആൾ എന്ന് കരുതി അങ്ങനെ കൊല്ലുന്ന പരിപാടിയല്ലല്ലോ. കൊല്ലാൻ തീരുമാനിച്ചിരുന്ന ഒരാൾ, അയാളുടെ ആ സ്പാർക്ക് ഉള്ളിലുണ്ടായിരുന്നു. നേരത്തെ ഇതേ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്, സ്പാർക്കൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സിനിമ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്പാർക്ക് അങ്ങ് തെളിഞ്ഞ് കത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളെ കൂടി മുന്നിൽ കണ്ടിട്ട് വേണം ഫിലിം മേക്കേഴ്സ് സിനിമ ഒരുക്കാനുള്ളത് എന്ന് പറയുന്നത്. എൻ്റെ സിനിമയ്ക്ക് അങ്ങനെ വലിയ വാല്യൂ ഒന്നുമില്ല, ഇതൊന്നും കണ്ടിട്ട് ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരു ഗുണമില്ലാത്ത സിനിമയാണെന്നൊക്കെ സ്വയം ചിന്തിക്കുന്ന ഒരു സംവിധായകന് ചിലപ്പോൾ അങ്ങനെ പറ്റുമായിരിക്കും. പക്ഷേ ഇമോഷണലി പ്രേക്ഷകരുമായി സംവദിക്കുന്ന, ശക്തമായ പ്രമേയങ്ങൾ പറയുക, ആളുകളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന സിനിമകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ഉദ്ദേശങ്ങളൊക്കെയുള്ള ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ അല്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ചേരുവ കൂടി അതിലുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ മാർക്കോയ്ക്കെതിരെയും ഉയരുന്നു ഇത്തരം ആക്ഷേപങ്ങൾ. അതൊരു അപരാധമായിപ്പോയി കേട്ടോ. ഇത്തരം സിനിമകൾ അവയ്ക്ക് ആധാരമായ വസ്തുതകൾ, ആശയങ്ങൾ കണ്ടെത്തുന്നത് സാമൂഹ്യ ശരീരത്തിൽ നിന്നാണ് എന്ന യാഥാർത്ഥ്യം മറക്കരുത്. സമൂഹത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഗ്യാസ് ഊറ്റിക്ക് ഒരു കുട്ടിയെ തല്ലിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വലിയ കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അപ്പോൾ പോലും ഇത് ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എഴുതി കാണിക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഇമേജ് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ജസ്റ്റ് വാട്ടർ പെയിൻറ്റിൽ അടിക്കുന്ന പോലത്തെയൊക്കെ കാണുമ്പോഴേ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. സമൂഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ സമൂഹത്തിൽ നിന്ന് എടുത്തിട്ട്
പൂവും പപ്പടമൊക്കെ വെച്ച് അലങ്കരിച്ച് അത് കൊണ്ടുവരുന്നത് അത് ഫിലിം മേക്കറിൻ്റെ അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ ലാഭക്കൊതിയുടെ ഭാഗമായി സംഭവിച്ചിട്ടാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അൾട്ടിമേറ്റ് വയലൻസ് ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് തിയേറ്ററിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അൾട്ടിമേറ്റ് വയലൻസ് ആയിട്ട് ഇത് മുഴുവൻ ഗ്രാഫിക്കലി കാണിച്ചുകൊണ്ടിരിക്കണം. ഇത് എഴുതി കാണിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത് വിഷ്വലി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും വേണമെങ്കിൽ കുടുംബ വയലൻസ് സിനിമ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്തൊരു പടമാണ്. ആശയങ്ങൾ എന്താണ് സാമൂഹ്യ ശരീരത്തിൽ നിന്ന് കണ്ടെത്തുന്നതായിരിക്കാം, പക്ഷേ ആശയങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഫിലിം മേക്കറിനുണ്ടാവണം. ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ സംവിധായകൻ്റെ ഇതിനു മുമ്പ് റിലീസായിട്ടുള്ള തമാശപ്പടം എന്ന പേരിൽ റിലീസായിട്ടുള്ള ഇന്നും OTT-യിൽ വന്നിട്ടില്ലാത്തൊരു സിനിമ, അതിനകത്തെ വില്ലൻ കഥാപാത്രം ഇതുപോലെ വളരെ വയലൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നത് വളരെ സ്റ്റൈലായിട്ട് ഷൂട്ട് ചെയ്യുക, വയലൻസ് ഷൂട്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പാറ്റേൺ കാണാവുന്നതാണ്. അതായത് ഒരു USP ആയിട്ട് വയലൻസ് കാണിക്കുക എന്ന് പറയുന്നതിനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് സാമൂഹ്യ ശരീരത്തിൽ നിന്ന് എടുത്ത് അതിനെ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് കാണിച്ച് വിഷ്വലൈസ് ചെയ്ത് അത് കാണിക്കുമ്പോൾ ഒരു സുഖമാണ്. അത് കാണുന്ന ആളുകളുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ഇതൊരു സിനിമ മാത്രമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ഇറങ്ങി വരാൻ പറ്റുന്നൊരു ബഹുഭൂരിപക്ഷം ഇവിടെയുണ്ട്. പക്ഷേ ആ കാണുന്ന വയലൻ്റ് രംഗങ്ങൾ ആളുകളുടെ ഉള്ളിൽ ഇഗ്നൈറ്റ് ചെയ്യാൻ പാകത്തിനുള്ള തീ ഉള്ളതാണ്. ആ തീ ഇല്ലാത്തത് കൊണ്ട് മാത്രം കുറ്റവാളി ആകാതിരിക്കുന്ന കുറേ ആളുകൾ നാട്ടിലുണ്ട്. അവരെ മുഴുവൻ എല്ലാവരും കാണേണ്ട പടമെന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് തിയേറ്ററിൽ കൊണ്ടുപോയി ഈ സാധനമൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ഈ തീ അങ്ങടെ ആളിക്കത്തും. ചുറ്റിയൊക്കെ അടിച്ച് കൊല്ലുന്നതും ഗ്യാസ് ഊറ്റിയൊക്കെ അടിച്ച് കൊല്ലുന്നതൊന്നും ഒരു വിഷയമല്ലെന്നേ. ആണായി പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ദൈവത്തിൻ്റെ പാർട്ട് മാത്രം ഉണ്ടായാൽ പോരാ, സാത്താൻ്റെ പാർട്ടും കൂടി വേണം, അതാണ് അതിൻ്റെ ഒരു മെസ്സ് എന്നൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടാകുന്നത് അപകടമാണല്ലോ. അപകടമല്ലേ? ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടാനും ആസ്വദിക്കാനും പറ്റുന്ന സാമൂഹിക അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും മറക്കരുത്. പക്ഷേ അത്തരം സിനിമകൾ ഇഗ്നൈറ്റ് ചെയ്യുന്ന കുറ്റവാളി ആവാനുള്ള സ്പാർക്കുള്ള ഹൃദയങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഫാക്റ്റ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനും മറക്കരുത്. ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ തുറന്നു വരുന്ന ആസ്വാദനത്തിൻ്റെ പുതിയ വാതായനങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യകരങ്ങൾ സമകാലീന സാമൂഹിക വ്യവഹാരത്തിൻ്റെയാണ്. പുതിയൊരു പരിപാടിയാണ് വയലൻസ് കാണിക്കുക എന്ന് പറയുന്നത്. അതിനെ നിയന്ത്രിക്കാനൊക്കെ നോക്കുന്നത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. ഒരു കലാവിഷ്കാരം ഇങ്ങനെയേ ആകാൻ പാടുള്ളൂ. ശക്തമായ സെൻസറിങ് വേണം. CBFC കുറേ കൂടി കർക്കശമാവണം തുടങ്ങിയ മുറവിളികൾ ആത്യന്തികമായി എന്തിനെയാണ്, ആരെയൊക്കെയാണ് ശക്തിപ്പെടുത്തുന്നത്? അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവാം. സെൻസറിങ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് സിനിമകൾ, രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകളെയൊക്കെ അതത് ഭരണകൂടത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ അവർക്ക് പറ്റുമായിരിക്കും. പക്ഷേ വയലൻസ് ഉള്ള, വളരെ അഗ്രസീവായിട്ടുള്ള വയലൻസ് ഉള്ള, അത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്ന, മ്യൂസിക്കൊക്കെ ഇട്ട് പൊളിച്ച് കാണിക്കുന്ന സിനിമകളെ സെൻസർ ചെയ്യുന്നത് വഴി ഒരു കലാവിഷ്കാരത്തിൻ്റെ മൂല്യത്തിന് കുറവൊന്നും സംഭവിക്കാനില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇത്രയും ഹെവി വയലൻസ് ഉള്ളൊരു സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത്? ഇവിടെയുള്ള പ്രേക്ഷകർക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിലെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള കലയുടെ അംശങ്ങൾ മുഴുവൻ എടുത്തു വെച്ച് കഴിഞ്ഞാലും അവിടേക്ക് എന്ത് സംഭാവനയാണ് ഇത്തരം ഒരു സിനിമ നൽകിയിട്ടുള്ളത്? ഏത് ഡയറക്ടറിന് വേണമെങ്കിലും അതിനുള്ള മറുപടി പറയാട്ടോ. ഇതിൽ ഈ പറയുന്ന CBFC കുറേ കൂടി കർക്കശമാവണം എന്നൊക്കെ പറയുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഞാൻ പറയുന്നത് CBFC കർശനമാവുന്നതിനേക്കാൾ കർശനമാവേണ്ടത് നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരാണ്, അധ്യാപകരാണ്. അധ്യാപകൻ്റെ കയ്യിൽ വടിയെടുത്ത് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടിയല്ല കേട്ടോ. അച്ഛനമ്മമാരെ അടിച്ചു വളർത്തണമെന്ന് പറഞ്ഞ പരിപാടിയെ യാതൊരു തരത്തിലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വടിയെടുത്ത് തല്ലി അനുസരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി പഠിക്കുന്നതും, എനിക്കൊരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കണമെങ്കിൽ, അനുസരിപ്പിക്കണമെങ്കിൽ, എൻ്റെ ഭാഗം ശ്രദ്ധ നേടണമെങ്കിൽ ഞാനും അടിച്ചമർത്തണം എന്നാണ്. അടിസ്ഥാനപരമായ വയലൻസ് പഠിപ്പിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ആ പരിപാടി കൊണ്ട് പിള്ളേരെയൊക്കെ നന്നാക്കി എടുക്കാമെന്നൊക്കെ ചിന്തിക്കുന്നത് കേവല മണ്ടത്തരമാണ്, ഇവരുടെയൊക്കെ ഒരു ഭാഷയിൽ പറയാനാണെങ്കിൽ. ഒരു കലാസൃഷ്ടി ഈ അച്ചിലെ വാർക്കപ്പെടാൻ പറ്റൂ എന്ന് കരുതുന്നവരെയാണ് നമ്മൾ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. കൊള്ളാം മോനെ. സൽമാൻ റഷ്ദിയുടെ പുസ്തകത്തെ മതമൗലികവാദികൾ നിരോധിച്ചതിനെ നിങ്ങൾ ന്യായീകരിക്കുമോ? മുകുന്ദന്റെ കൃതികളാണ് ഭാംഗും ചരസും കഞ്ചാവും ഒക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പരിചയപ്പെടുത്തിയത് എന്ന ന്യായത്തിൽ നിങ്ങളും വിശ്വസിക്കുന്നു? മഹത്തുക്കളായ ക്വിന്റിൻ ടാരന്റീനോ, മൈക്കിൾ ഹനക്കെ എന്നിവരുടെയൊക്കെ സിനിമകൾ കണ്ടവരെല്ലാം തെറ്റായ വഴികളിലേക്കാണോ ചരിച്ചത്? ടാരന്റീനോയുടെ സിനിമ കണ്ടവരാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. അവരൊക്കെ സാമൂഹ്യ സേവനം നടത്തി സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് നോമിനേഷൻ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. എന്താണ് എന്ത് ചോദ്യമാണ് ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ്, അതിൻ്റെ വേറെ പേര് അവർ എഴുതിയിരിക്കുന്നത്. ഡീജാങ്കോ അൺചെയിൻഡ്, കിൽ ബിൽ പോലെയുള്ള സിനിമകളാണോ അമേരിക്കൻ കുട്ടികളിൽ അക്രമവാസന ഉണ്ടാക്കിയത്? യൂട്യൂബ് എടുക്കുക, സെർച്ച് ചെയ്യുക,
വയലൻസ് ഇൻ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കുറ്റകൃത്യങ്ങൾക്ക് പലപ്പോഴും കാരണമാവുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലും നിരത്തുകളിലും ചില ഹോട്ടലുകളിലും ബാറുകളിലും സുലഭമായി കിട്ടുന്ന സിന്തറ്റിക് ലഹരിയാണെന്നാണ് പോലീസും എക്സൈസും മാധ്യമങ്ങളും പറയുന്നത്. ലഹരിയുടെ ഈ കുത്തൊഴുക്കിന് കാരണവും ഏതാനും സിനിമകളിലെ ലഹരി ഉപയോഗത്തിൻ്റെ ദൃശ്യവൽക്കരണമാണെന്നാണോ വാദം? പോലീസുകാർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിശ്വസിക്കരുതെന്ന് തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾക്ക് കാരണമാവുന്നത് എല്ലായിടത്തും അവൈലബിൾ ആവുന്ന സിന്തറ്റിക് ലഹരിയാണെന്ന് പോലീസ് പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കണ്ടല്ലോ. അപ്പോൾ വിശ്വസിക്കണ്ടേ? പോലീസും മാധ്യമവും പറഞ്ഞു, അപ്പോൾ നമുക്കത് അങ്ങോട്ട് വിശ്വസിക്കാമല്ലേ? ഈ ലഹരിയുടെ കുത്തൊഴുക്കിന് കാരണം ഏതാനും സിനിമകളിലെ ലഹരി ഉപയോഗത്തിൻ്റെ ദൃശ്യവൽക്കരണമാണെന്നാണോ വാദം? ഒരു 10-12 വയസ്സുള്ള 14 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ സ്റ്റൈലൈസ്ഡ് ആയിട്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങളെ അനുകരിക്കാനുള്ള ഒരു തോന്നലുണ്ടാകും. അതിനോടൊപ്പം പിയർ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇത്തരം കേസുകൾ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കേസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവരിത് കുട്ടികൾക്ക് ആദ്യം ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ മിഠായി പോലെയൊക്കെ ആയിരിക്കും കൊടുക്കുക. അത് കൊടുത്ത ശേഷം കുട്ടികൾക്ക് അതിനോട് ഒരു അഡിക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ പതിയെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് മാറുന്നു. അതിന് വലിയ തുക കൊടുക്കണം. അപ്പോൾ അത്രയും പൈസ കൊടുക്കാനില്ലെങ്കിൽ നിങ്ങളിത് മറ്റാളുകൾക്ക്, കൂടെയുള്ള കൂട്ടുകാർക്ക് കൊടുക്കൂ. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നൊരു പ്രഷർ ഉണ്ടാവും. ഇതേ സാധനം മറ്റേ സിനിമയിൽ സൂപ്പറായിട്ട് സ്റ്റൈലായിട്ട് വലിച്ച് കാണിക്കുന്നുണ്ട്. പിയർ പ്രഷറിനൊപ്പം വളരെ സ്റ്റൈലായിട്ടുള്ള എന്തോ ഒരു സംഭവമാണിത്, ഇതിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നൊക്കെ കേൾക്കുമ്പോഴോ അയ്യോ ഇത് എനിക്ക് ഒന്ന് അനുഭവിക്കണം എന്ന് പറയുന്ന പോലത്തെ തോന്നലുകളൊക്കെ ഉണ്ടായിരിക്കുന്ന കുട്ടിക്ക് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നും. ആ ഒരു വട്ടമാണ് അപകടം. ആ ഒരു വട്ടം അവിടെ സിനിമയിലെ ലഹരി ഉപയോഗത്തിൻ്റെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ദൃശ്യവൽക്കരണത്തിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ മേൽ പറഞ്ഞ മലയാളത്തിൽ ഒരുപാട് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള സിനിമകളെയൊക്കെ ഈ സിനിമയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പോലെയാണ്. മലയാളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നടനെ കൊണ്ട് നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന വൻ വിജയം നേടിയ 2 സിനിമകളിൽ പറയിച്ചത് ഞങ്ങളുടെ സഹപ്രവർത്തകരായ എഴുത്തുകാരും സംവിധായകരുമാണ്. അല്ല, നിങ്ങളാണല്ലോ പറഞ്ഞത് സിനിമ കാരണമല്ല ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് മോഹൻലാലിനെ കൊണ്ട് പറയിച്ചതിൽ എന്ത് ഇമ്പാക്റ്റ് ആണുള്ളത്? പുള്ളി എന്തോ പറഞ്ഞു, നാട്ടുകാർ റിപ്പീറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സഹപ്രവർത്തകരായ എഴുത്തുകാരും പ്രവർത്തകരും വേറെ പലരെയും കൊണ്ടും പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര അടിപൊളി പരിപാടിയാണ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര സ്റ്റൈലാണ്, ഗെത്താണെന്നൊക്കെ പറയിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അർത്ഥത്തിൽ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ള സഹപ്രവർത്തകരും എഴുത്തുകാരും നിങ്ങൾക്കുണ്ട്. മോഹൻലാൽ എല്ലാ സിനിമയിലും വന്ന് നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്നില്ലല്ലോ. കള്ളക്കടത്തും കുഴൽപ്പണവും അതിൻ്റെ പേരിൽ ആളുകളെ ആക്രമിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ആവാം, പക്ഷേ ലഹരി മരുന്ന് മാത്രം ഞാൻ വിൽക്കില്ല എന്ന് പറയുന്ന സത്യസന്ധന അവതരിപ്പിക്കാനല്ലേ നോക്കിയത്. ഇതേ മോഹൻലാൽ തന്നെ ആ സിനിമയിൽ പറഞ്ഞത് ഇത് നന്മയും തിന്മയും തമ്മിലുള്ളതല്ല, തിന്മയും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ്. തമ്മിത്തല്ല് നടത്താൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ അവരും ജഗജില്ലാടി ചത്തനാണെന്ന് പറയുന്ന പോലത്തെ ഫീൽ ഉണ്ടാവും, അപ്പുറത്തും ഉണ്ടാവും. തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിച്ച ആ രംഗങ്ങൾക്കില്ലാത്ത സ്വാധീന ശക്തി സെലക്റ്റീവായി മറ്റ് സിനിമാ രംഗങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്നതിലെ ഇരട്ടത്താപ്പും സാരള്യവും കൊള്ളാം, എപ്പോഴെങ്കിലും ഉപയോഗിക്കണം. ലഹരിയുടെ മാരക പ്രവാഹത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ സിസ്റ്റത്തിൻ്റെ ജാമ്യമെടുക്കലാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് ലഹരി ഇവിടെ ഇത്രയും വ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഒരു വ്യാപനം അതിനുണ്ടാകുന്നതെന്ന് പറയുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ അതിലൊരു ഘടകമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തവണ എനിക്ക് ഒന്ന് നോക്കണം എന്ന് പറയുന്നത് ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുന്നത് സിനിമകളിലെ ഉപയോഗത്തിന് ഒരു വലിയ പങ്കുണ്ട്. നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ വർദ്ധിതമായ രീതിയിൽ ലഹരിയുടെ ഉപയോഗവും വിപണനവും നടക്കുന്നു. ഇത് വിരൽ ചൂണ്ടുന്നത് നിതാന്ത ജാഗ്രതയോടെ തിരുത്തൽ ശക്തികളായി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സംഘടനാ സുഷുപ്തിയിലേക്കാണ്. അവർ ഉറങ്ങുകയാണ്. ലഹരിയും ഇടിമുറികളും കിരാതമായ റാഗിങ്ങും ക്യാമ്പസുകളുടെ ടു ഡു ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങളാകുമ്പോൾ നിശിതമായ സ്വയം വിമർശനത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കേണ്ടവർ സിനിമയെ പഴിചാരി അലസ സംതൃപ്തി നേടുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖവും നിരാശയുമുണ്ട്. SFIയുടെ ഒരു പ്രതിനിധി ഇതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ റാഗിങ്ങും ഇടിമുറിയൊക്കെ ഒന്ന് ശരിയാക്കൂ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വാണിംഗ് കൊടുത്ത പോലെ, നിങ്ങൾ നന്നായിട്ട് ഞങ്ങളെ നന്നാക്കാമെന്ന് പറയുന്ന പോലത്തെ ഒരു ഡയലോഗായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്നത് പരിധിയില്ലാത്ത വിഷ്വൽ ഡേറ്റയാണ്. നിർബന്ധ ബുദ്ധിയുടെ കടന്നുവരവോടെ കാര്യങ്ങൾ പ്രവചനാതീതമാവുന്ന അവസ്ഥയുണ്ട്. ഇവിടെ എന്ത് കാണണമെന്നും എങ്ങനെ കാണണമെന്നും നിർബന്ധമായും കുട്ടികൾക്ക് പരിശീലനം നൽകേണ്ടതുണ്ട്. 100%. വിദ്യാഭ്യാസ അധ്യാപന രീതികളിൽ മാറുന്ന ലോകത്തെയും മാറുന്ന കാഴ്ചകളെയും ഉൾക്കൊള്ളാൻ പറ്റിയ നിലയിൽ പുതിയ പഠന രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തംസപ്പ്. സമൂഹത്തിലുണ്ടാകുന്ന സാമ്പത്തിക സാംസ്കാരിക അരക്ഷിതാവസ്ഥകൾ കൈകാര്യം ചെയ്യാൻ ഭരണകൂട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ഭരണകൂടം നിങ്ങൾ ശരിയാക്കൂ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇതൊക്കെ അറിയാമെന്നിരിക്കലും വെറുതെ സിനിമയ്ക്കും സിനിമാക്കാർക്കും ഇരിക്കട്ടെ ഒരു പണി എന്നതാണ് ചില പ്രബല ശക്തികളുടെ നിലപാടെങ്കിൽ അത് വിഴുങ്ങാൻ സിനിമാ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും നേരം വലിയ വാക്കൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഒരുമാതിരി വർത്താനം പറയരുത് എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ആയിപ്പോയി. സാമ്പത്തിക സാംസ്കാരിക അരക്ഷിതാവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് വെറുതെ സിനിമയ്ക്കും സിനിമാക്കാർക്കും ഇരിക്കേണ്ട ഒരു പണി എന്നതാണ് ചില പ്രബല ശക്തികളുടെ നിലപാടെങ്കിൽ അത് വിഴുങ്ങാൻ സിനിമാ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്
എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രശ്നമാണത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ കുറിപ്പ് അവസാനിപ്പിക്കാം. വയലൻസിനെ കേവലമായി ചരക്കുവൽക്കരിക്കുന്ന, ആനന്ദത്തിൻ്റെ ഹേതുവും ഉപാധിയും അത് തന്നെ എന്ന രീതിയിൽ വ്യവഹരിക്കുന്ന ആവിഷ്കാരങ്ങൾ വിമർശന വിധേയമാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയും നേരം അതായത് വയലൻസിനെ ചരക്കുവൽക്കരിക്കുന്ന, ഒരു രസമുള്ള കാര്യമായി എന്ന് അവതരിപ്പിക്കുന്ന അത്തരം ആവിഷ്കാരങ്ങൾ വിമർശന വിധേയമാണ്. അപ്പം ഇത് എഴുതുമ്പോൾ നിങ്ങൾ ആ സിനിമയൊന്നും കണ്ടില്ല, നേരത്തെ ഒരു സിനിമയുടെ പേര് പറഞ്ഞില്ല, അത് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അതിനുള്ള മറുപടി അടുത്ത സെൻറ്റൻസാണ്. അപ്പോഴും അത്തരം ആഖ്യാനങ്ങൾക്ക് രസനീയത നൽകുന്ന ഒരു സാമൂഹിക സംവേദന വ്യവസ്ഥ അല്ലെങ്കിൽ അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതാണ് വയലൻസിൻ്റെ അത്തരം പ്രതിനിധാനങ്ങളെ ജാഗ്രതയോടും സൂക്ഷ്മതയോടെയും സമീപിക്കുന്ന സംവാദ സന്നദ്ധത ഞങ്ങൾക്കുണ്ട്. ജനാധിപത്യപരമായ അത്തരം സംവാദങ്ങൾ ഞങ്ങൾ ഇതിനകം തുടങ്ങി വെച്ച് കഴിഞ്ഞു എന്നും അറിയിക്കുന്നു. എവിടെയാണാവോ, ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത്തരം സംവാദങ്ങൾ, വലിയ വലിയ ചർച്ചകൾ നടക്കട്ടെ, നല്ല കാര്യം. സിനിമ ആത്യന്തികമായി മനുഷ്യപക്ഷത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുണ്ടായത്. ഞാൻ ഈ പോസ്റ്റ് ദ ക്യൂവിൻ്റെ അവരിങ്ങനെ കാർഡ്സായിട്ടൊക്കെ അടിച്ചിറക്കുമല്ലോ, അങ്ങനെയാണ് ഞാൻ ഈ പോസ്റ്റ് ആദ്യം കാണുന്നത്. സിനിമ ആത്യന്തികമായി മനുഷ്യപക്ഷത്ത് നിൽക്കുകയാണ് എന്ന് പറയാം. ഇതൊരു കത്തിയാണെന്ന് വിചാരിക്കൂ. ഞാൻ കത്തി ഉണ്ടാക്കുന്ന ഒരാളാണ്. ഞാൻ പറയുകയാണ്, ഈ കത്തി ആത്യന്തികമായി മനുഷ്യപക്ഷത്താണ്. കാരണം ഇത് ഞാൻ ഉപയോഗിക്കുന്നത് മീൻ വെട്ടാനും പച്ചക്കറി അരിയാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതേ കത്തി ഒരു കൊലപാതകിയുടെ കയ്യിലിരിക്കുമ്പോൾ അത് കൊല്ലാനുള്ള ടൂളാണ്. എന്താണ്? ടൂളാണ്. അതേപോലെ തന്നെയാണ് സിനിമ ഒരു ടൂളാണ്. ടൂളിനങ്ങനെ മനുഷ്യപക്ഷമെന്നോ അല്ലെങ്കിൽ മനുഷ്യനല്ലാത്തവരുടെ പക്ഷമെന്നോ അങ്ങനെയൊന്നുമില്ല. ആ സിനിമ എടുക്കുന്നവൻ എന്ത് ഉദ്ദേശത്തിലാണ്, എന്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സിനിമ എടുക്കുന്നത്, അതിനനുസരിച്ച് അത് മാറും. കേരള സ്റ്റോറീസ് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? കേരളം മുഴുവൻ തീവ്രവാദികളാണ്, ഇവിടെയുള്ള ഹിന്ദു പെൺകുട്ടികളെ മുഴുവൻ നമ്മൾ മതം മാറ്റി നമ്മുടെ ഭരണവ്യവസ്ഥയും ഒക്കെ അതിന് കൂട്ടുവെക്കുന്ന പോലെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയെ നിങ്ങൾ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സിനിമ എന്ന് വിളിക്കുമെങ്കിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് അജണ്ടകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ മനുഷ്യപക്ഷത്താണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമെങ്കിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സിനിമ ഒരു ടൂളാണ്. വളരെയധികം വൈകാരികമായി മനുഷ്യനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ. ആർട്ട് ഫോം എന്ന് പറയുന്നത് അതിനകത്ത് ഓരോ ആൾക്കാരും ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ്. അവിടെ അഭിനയം വരുന്നുണ്ട്, സംഗീതം വരുന്നുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് ആർട്ട് എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഈ പറയുന്ന സാധനം ഒരു ടൂളാണ്. അത് ആരുടെ കയ്യിലിരിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്നതനുസരിച്ച് അത് മാറും. സിനിമ ആത്യന്തികമായി മനുഷ്യപക്ഷത്താണെന്നുള്ള ഡയലോഗ് പറയരുത്. സിനിമ പ്രവർത്തകർ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര പ്രവർത്തകർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫെഫ്കയിലുള്ള ഡയറക്ടേഴ്സ് മുഴുവൻ ആത്യന്തികമായി മനുഷ്യപക്ഷത്താണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. സിനിമാ പ്രവർത്തകർ മുഴുവൻ ആത്യന്തികമായി മനുഷ്യപക്ഷത്താണെന്ന് പറയുമ്പോൾ അല്പസ്വല്പം മനുഷ്യസ്നേഹമൊക്കെ ഉള്ള ഒരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കേസുകളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ശരീരം മാത്രമായി കാണുകയും അവരോട് ഏറ്റവും മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്ത ആളുകളോടൊപ്പം ആടിയും പാടിയും വീഡിയോസൊക്കെ സംഘടനാ തലത്തിൽ നിന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെയുള്ള ഒരു സിസ്റ്റത്തിനെ പൂർണ്ണമായും മനുഷ്യപക്ഷത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിനിമ ആത്യന്തികമായി മനുഷ്യപക്ഷത്ത് തന്നെയാണ് നിലനിൽക്കുന്നതെന്നൊന്നും പറയരുത്. അതൊരു ടൂളാണ്. ആരുപയോഗിക്കുന്നോ അതിനനുസരിച്ച് മാറും. ജീവിത ക്ലേശങ്ങളിൽ പരാജിതനായവൻ ഉയർന്നു വരും എന്ന് തന്നെയാണ് എല്ലാ കഥകളും പറയാൻ ശ്രമിക്കുന്നത്. അത് കൊള്ളാം, അത് കലകി കേട്ടോ. ഒരു കലാരൂപം എന്ന നിലയിൽ സിനിമ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യപക്ഷത്തിൻ്റെ രാഷ്ട്രീയം തന്നെ. ഇത് എഴുതിയ ആൾ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സിനിമകളൊക്കെ കണ്ടുപരിചയമുള്ള ഒരാളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ജീവിത ക്ലേശങ്ങളിൽ പരാജിതരായവർ ഉയർന്നു വരും എന്നാണ് എല്ലാ കഥയും പറയാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു 10 നല്ല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വളരെ മനോഹരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത്. നൈസായിട്ടൊരു സിനിമയെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി. കാരണം പിറ്റേ ദിവസം, അതായത് ഈ പോസ്റ്റ് ഇട്ട പിറ്റേ ദിവസം തന്നെ ആ സിനിമ TV-യിൽ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒന്ന് സ്റ്റാർട്ടാവുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ വന്ന് പറയുന്നു, ഇനി ഇത്തരം വയലൻസ് ഉള്ള സിനിമകൾ ഞാൻ ചെയ്യില്ല. അതൊക്കെ ഒരു പ്രൊമോഷണൽ ഒരു പരിപാടിയുടെയോ അല്ലെങ്കിൽ അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പോസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരല്പം കൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഏറ്റവും മിനിമം തൊട്ടടുത്ത് പരിചയമുള്ള ഒരു സൈക്കോളജിസ്റ്റിനോടും കൂടിയൊക്കെ സംസാരിച്ചിട്ട് ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ കുഴപ്പമൊന്നുമില്ലേ, അല്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഈ പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ മാറുമായിരുന്നു. ഇത് പറയാൻ ഞാനൊരു സൈക്കോളജിസ്റ്റോ ഒരു ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കാട്രിസ്റ്റോ ഒന്നുമല്ല. നമ്മൾ ഒരുപാട് ചർച്ചകൾ കാണുന്നതാണ്. സിനിമ ആളുകളെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. നന്ദി മാത്രമുള്ളല്ലേ എന്നുള്ള സലിംകുമാറിൻ്റെ ഒരു ഡയലോഗ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? പോമോനെ ദിനാശ എന്ന് പറയുന്ന ഡയലോഗ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? വർഷങ്ങൾക്ക് ഇപ്പുറവും ഇനി അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കില്ല എന്ന് പറയുന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഡയലോഗുകൾ ഇവിടെയാണ് സ്റ്റോർ ആയിട്ടുള്ളത്.
ബ്രെയിൻ്റെ അകത്ത്. ഈ കുട്ടികളെ ഓരോ വാക്കുകൾ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ പാട്ടുകളും കഥകളും ഒക്കെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികളെ കൊണ്ട് ആവർത്തിച്ച് പാടിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇതുവരുടെ മനസ്സിൽ സ്റ്റോർ ആവാൻ വേണ്ടിയിട്ടാണ്. അത്രയും തവണ ആവർത്തിച്ച് പറഞ്ഞിട്ട് മനസ്സിൽ സ്റ്റോർ ആവാത്തൊരു കാര്യം ഒരൊറ്റ തവണ കണ്ട സിനിമയിൽ നിന്നൊരു മനുഷ്യൻ്റെ ബ്രെയിനിൽ സ്റ്റോർ ആവുന്നുണ്ടെങ്കിൽ സിനിമ ഈസ് ടു പവർഫുൾ. ഇന്ന് മനുഷ്യൻ ആസ്വാദനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മീഡിയമാണ് സിനിമ. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന സംവിധായകർ എന്ന് പറയുന്നത് അവർ വളരെ കരുത്തുള്ള ആൾക്കാരാണ്. മറ്റേ സ്പൈഡർമാൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടില്ലേ, കരുത്ത് കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുതലാവും. ഇത്തരം കേവല ന്യായീകരണങ്ങളുമായി പ്രസിദ്ധീകരണ കുറിപ്പുകൾ ഇറക്കുന്നതിന് മുമ്പ് തങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ അധികാര വടിയുടെ ബലം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പോസ്റ്റ്. ഇത് ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. സിനിമയോടും സിനിമയുടെ ശക്തി എന്താണെന്നറിഞ്ഞ് ആ ടൂളിനെ ഉപയോഗിക്കുന്നവരോടുമുള്ള ബഹുമാനത്തോടു കൂടി തന്നെയാണ് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഈ പോസ്റ്റിലുള്ള ഭാഷ, അതിൻ്റെ രീതി, അതിനോടൊക്കെയുള്ള വിയോജിപ്പുകളാണ് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സിനിമ ഇനിയും പ്രേക്ഷകനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരുപാട് വാദിക്കാനൊന്നും നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സിനിമ അങ്ങനെ കുറച്ച് കാണുന്ന ഒരാളോട് നമ്മൾ എന്ത് പറയാനാടോ? അങ്ങനെ കുറച്ച് കാണല്ലേ. സിനിമ അടിപൊളിയാണ് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഉള്ളിക്കിടക്കുന്ന മറ്റേ ക്രിമിനൽ തീ ആളി പടർത്താൻ സഹായിക്കുന്നൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പരിഗണിക്കാം.